ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 1001 രാത്രിയിലെ 37ാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ ഷണ്ടൻ ബുക്കായത്ത് പറഞ്ഞ കഥ. ഷണ്ടൻ ബുക്കായത്ത് തൻ്റെ കഥ പറയാൻ ആരംഭിച്ചു. സ്നേഹിതന്മാരെ, നിങ്ങളുടെ കഥകളൊക്കെ വളരെ മോശം. ഞാൻ എങ്ങനെ ഷണ്ടനായി എന്ന് കേട്ടോളൂ. എൻ്റെ യജമാനത്തിയെ മാത്രമല്ല, അവരുടെ കൊച്ചു കുട്ടിയെപ്പോലും ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലും കടുത്ത ശിക്ഷയ്ക്ക് ഞാൻ അർഹനാണ്. പക്ഷേ അതൊരു നീണ്ട കഥയാണ്, ഇപ്പോൾ പറഞ്ഞാൽ തീരില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ പെട്ടി കുഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമാകും. നമ്മെ ഏൽപ്പിച്ച ജോലി ചെയ്തു തീർത്തിട്ട് വീട്ടിൽ ചെന്ന് ബാക്കിയുള്ള കഥ പറഞ്ഞു തരാം. 3 പേരും കൂടി ഒരു വലിയ കുഴി കുഴിച്ച് പെട്ടി അതിനുള്ളിലാക്കി മണ്ണിട്ട് മൂടി. മൺവെട്ടിയും കൂട്ടയും എടുത്ത് അവർ പോയി. അവിടെ മറ്റാരും ഇല്ലെന്നറിയാമായിരുന്നിട്ടും പെട്ടിക്കുള്ളിൽ എന്താണുള്ളതെന്നറിയാനുള്ള ഉത്കണ്ഠ ഉണ്ടായിരുന്നെങ്കിലും ഖാനിം പനയുടെ മുകളിൽ തന്നെ ഇരുന്നു. നേരം നന്നേ പുലർന്നപ്പോൾ അയാൾ താഴെ ഇറങ്ങി. പെട്ടി കുഴിച്ചിട്ടിരുന്ന സ്ഥലത്തെ മണ്ണ് മാറ്റി അത് പുറത്തെടുത്തു. വലിയൊരു കല്ലെടുത്ത് പൂട്ട് തല്ലിപ്പൊളിച്ചു. അടപ്പ് തുറന്നപ്പോൾ പെട്ടിക്കുള്ളിൽ ഒരു പെൺകുട്ടി ഉറങ്ങിക്കിടക്കുന്നതാണ് കണ്ടത്. കറുപ്പിൻ്റെ ലഹരിയിൽ എന്ന പോലെ മയങ്ങിക്കിടന്നിരുന്ന പെൺകുട്ടിയുടെ മാറിടം ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി അനുസരിച്ച് ഉയർന്നു താണുകൊണ്ടിരുന്നു. ഇത്രയ്ക്ക് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ നിങ്ങൾ ആരും കണ്ടിരിക്കാനിടയില്ല. അവളാകട്ടെ അടിമുതൽ മുടി വരെ ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു. കട്ടിത്തങ്കത്തിൽ രത്നങ്ങൾ പതിച്ച നെക്ലേസ്, പവിഴം കോർത്ത കർണാഭരണങ്ങൾ, പച്ചക്കല്ലിൻ്റെ കങ്കണങ്ങൾ എന്നുവേണ്ട ഏതോ സുൽത്താൻ്റെ പട്ടമഹർഷിയാണെന്ന് തോന്നിക്കുമാറ് വിലമതിക്കാനാവാത്തതായിരുന്നു ആ ആഭരണ ശേഖരം. അവളെ ചുമന്നുകൊണ്ടുവന്ന ആ നീഗ്രോകളിൽ നിന്നും യാതൊരു അപകടവും അവൾക്കുണ്ടായിട്ടില്ലെന്ന് ഖാനി മനസ്സിലാക്കി. അയാൾ അവളെ പെട്ടിയിൽ നിന്നെടുത്ത് പുറത്ത് കിടത്തി. ശുദ്ധവായു ഏറ്റപ്പോൾ അവളുടെ മുഖത്ത് രക്തപ്രസാദമുണ്ടായി. ചുമച്ചപ്പോൾ വായിൽ നിന്ന് കറുപ്പിൻ്റെ ഒരു ചെറുഗോളം പുറത്തു വന്നു. ഒരാനയെ 24 മണിക്കൂർ മയക്കി കിടത്താൻ അത് മതിയാകും. ആ പെൺകുട്ടി കണ്ണുകൾ തുറന്നു. ദൈവമേ, എത്ര മനോഹരമായ കണ്ണുകൾ! അവളുടെ നോട്ടം ഖാനിമിൻ്റെ മുഖത്ത് പതിച്ചു. കറുപ്പിൻ്റെ ലഹരി അപ്പോഴും വിട്ടുമാറിയിട്ടില്ലാത്ത ആ പെൺകുട്ടി തൻ്റെ തോഴിമാരെ ഓരോരുത്തരെയായി വിളിച്ചു. തെന്നലെ, നീ എവിടെ? എനിക്ക് ദാഹിക്കുന്നു. ചമ്പകം, കുടിക്കാൻ വല്ലതും തരൂ. പ്രഭേ, മല്ലികേ, അരുണേ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? ക്രമേണ ബോധം തെളിഞ്ഞ അവൾ 4 പാടും നോക്കി. ഭയപ്പെട്ട് ഉറക്കെ കരഞ്ഞു. ഞാൻ എങ്ങനെ ഇവിടെ വന്നു? ഇതെൻ്റെ മുറിയല്ലല്ലോ. ശവപ്പറമ്പിൽ എന്നെ കൊണ്ട് തള്ളിയതാര്? അതുവരെ ഒന്നും മിണ്ടാതെ നിന്ന ഖാനി അവളോട് പറഞ്ഞു. സുന്ദരി രത്നമേ, എൻ്റെ പേര് ഖാനിം എന്നാണ്. ഇത് കൊട്ടാരമല്ല, ശവപ്പറമ്പാണെങ്കിലും എൻ്റെ വീടിനടുത്താണ്. നീ ഭയപ്പെടരുത്. സർവശക്തനായ ദൈവമാണ് നിന്നെ എൻ്റെ അടുത്തേക്ക് അയച്ചത്. നിന്റെ വിനീതനായ ആജ്ഞാനുവർത്തിയാണ് ഞാൻ. താൻ സ്വപ്നം കാണുകയല്ലെന്ന് തീർച്ചയായപ്പോൾ ആ യുവതി പറഞ്ഞു, അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല. അല്ലാഹുവിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ്. സുന്ദരനായ ചെറുപ്പക്കാരാ, എന്നെ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയാമോ? 3 നീഗ്രോകൾ ഒരു പെട്ടി ചുമന്നു കൊണ്ടുവന്നതു മുതലുള്ള എല്ലാ സംഭവങ്ങളും അയാൾ വിവരിച്ചു. അവൾ എങ്ങനെ ആ പെട്ടിയിൽ അകപ്പെട്ടു എന്നറിയാൻ തനിക്ക് ഉത്കണ്ഠയുണ്ടെന്നും പറഞ്ഞു. എന്നെ സഹായിക്കാൻ നിങ്ങളെ നിയോഗിച്ച ദൈവത്തിന് നന്ദി. ഉടനെ ആരും കാണാതെ എന്നെ പെട്ടിയിലടച്ച് കഴുതപ്പുറത്ത് കയറി ഇവിടെ നിന്ന് കൊണ്ടുപോകണം. നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ കഥ പറയാം. നിങ്ങൾക്ക് സമ്പത്തും സൗഭാഗ്യവും അതുമൂലമുണ്ടാകും. ഖാനിം ഉടനെ പുറത്തുപോയി ഒരു കോവർ കഴുതയെ വാടകയ്ക്കെടുത്തു. പെൺകുട്ടിയെ അടച്ച പെട്ടി അതിന് പുറത്തു കയറ്റി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ആ പെൺകുട്ടിയുടെ ഓർമ്മയിൽ അയാൾ മധുര സ്വപ്നങ്ങൾ നെയ്തു. വീട്ടിലെത്തിയപ്പോൾ കഴുതപ്പുറത്തു നിന്നും പെട്ടി താഴെ ഇറക്കി അകത്ത് കൊണ്ടുപോയി. ഈ സമയം നേരം പുലർന്നത് കണ്ട് ഷഹറാസാദ് മൗനം അവലംബിച്ചു. അടുത്ത രാത്രി ആഗതമായപ്പോൾ അവൾ പറഞ്ഞു,
ഖാനിം പെട്ടി തുറന്ന് പെൺകുട്ടിയെ വെളിയിലിറക്കി. അവൾ ചുറ്റും കണ്ണോടിച്ചു. വലിയ വീടും വിലപിടിപ്പുള്ള ഉപകരണങ്ങളും കണ്ടപ്പോൾ ഖാനിം പണക്കാരനായ വ്യാപാരിയാണെന്ന് മനസ്സിലാക്കി. മൂടുപടം തെല്ലൊന്നുയർത്തി അയാളെ നോക്കി. സുന്ദരനും തൻ്റേടിയുമായ അയാളെ അവൾക്കിഷ്ടമായി. അവൾ പറഞ്ഞു, ഖാനിം, നോക്ക്, ഞാൻ നിങ്ങളുടെ മുന്നിൽ മൂടുപടം മാറ്റി. പക്ഷേ ഇപ്പോഴെനിക്ക് വിശക്കുന്നു. തിന്നാൻ വല്ലതും വേണം. ഖാനിം പീടികയിൽ നിന്ന് പൊരിച്ച ആട്ടിറച്ചി, ഹൽവ, പഴവർഗ്ഗങ്ങൾ, വീഞ്ഞ്, പുഷ്പങ്ങൾ എന്നിവയെല്ലാം വാങ്ങിക്കൊണ്ടുവന്നു. അവൾ അവൻ്റെ ശരീരത്തോട് ഉരുമ്മിയിരുന്ന് 100 തവണ നന്ദി പറഞ്ഞു. അവനും അവളോട് പ്രേമം തോന്നി തുടങ്ങിയിരുന്നു. രണ്ടുപേരും ഇരുട്ടുന്നതുവരെ ആഹാരം കഴിച്ചും വീഞ്ഞു കുടിച്ചും സമയം ചെലവാക്കി. സമപ്രായക്കാരായ അവർ ഇതിനിടെ അന്യോന്യം അടുത്തറിഞ്ഞിരുന്നു. ഇനി അവിടെ നടക്കുന്നതറിയാൻ കാത്തിരുന്നോളൂ. ഞാൻ വരാം ഉടൻ തന്നെ.